ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡേ 3 ഞങ്ങൾ അവിടെ മഹാരാഷ്ട്ര ബോർഡറിന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നേരെ മുംബൈ പിടിക്കാനാണ്. അപ്രോക്സിമേറ്റ് ഒരു 500 കിലോമീറ്റർ ഉണ്ടാകും. അന്ന് ഓടി പിടിക്കണം. ഫുൾ റൈഡാണ്. ഫുൾ എല്ലാവരും ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ പ്രോട്ടീൻ കയറ്റുന്നവർ പ്രോട്ടീൻ പറയൂ. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഫുൾ ലഗേജ് കെട്ടുന്ന തിരക്കിലാണ് എല്ലാവരും. ഭയങ്കരമായിട്ട് കഷ്ടപ്പാടിലാണ്. നോക്കൂ താങ്കൾ ഇങ്ങോട്ടൊന്നും ശ്രദ്ധിക്കൂ. ശ്രദ്ധയിൽ പോട്ടെ, പോന്നോട്ടെ. ആ സോണിയ പോന്നോട്ടെ. എന്താടാ മുള്ള്? പിന്നെ റോസാപ്പൂവിന് പിന്നെ മുള്ളല്ലാണ്ട് വലിയൊരു ചെടി മരം അയക്കുന്നു. റോസാപ്പൂ ആണ് പോലും. കർണാടക മഹാരാഷ്ട്രയിലെ റോസാപ്പൂ മരം. ഗൈസ് നോക്കൂ, രൂപടിക്കാൻ പോകും. രൂപ നമസ്കാരം. ശരി, ഒരു അടിപൊളി ഹൈവേയാണ്. മുംബൈ കൊലാപ്പൂർ പൂനെ ഹൈവേ. ഇതിന് തൊട്ട് സൈഡിൽ തന്നെയാണ് റൂം എടുത്തത്. നല്ല മഴയായത് കാരണം ടെൻ്റ് അടിക്കാൻ പറ്റിയില്ല. റൂം എടുത്തതാണ്. അതാണ് റൂം. വലിയ ഗുണമൊന്നുമില്ല, നല്ല അഡ്ജസ്റ്റ് ചെയ്യാം. ലൂബിങ്, ഏർലി മോർണിംഗ് ലൂബിങ്. റോയൽ എൻഫീൽഡിൻ്റെ രോമാഞ്ച കഞ്ചുകുതമായ കൊളക്കോയി ഒന്നാമയ പുത്രമായ ലൂബിങ്. ഇതെന്തേത്തെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ താമസമായി. എന്താ പറയാ, ഇത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളറിയാണ്ട് എന്താടാ കാട്ടുന്നേ? ഈരെ കഷ്ടപ്പെടുകയെന്നാ പറയുന്നത്. എന്താ ഇതിൻ്റെ ഉള്ളിൽ ബിരിയാണി കൊടുക്കണ്ട. ഫസ്റ്റ് ഫ്യൂവൽ ഫില്ലിങ്ങിന് വേണ്ടി 3ാമത്തെ ദിവസം വണ്ടികളൊക്കെ പമ്പ് കയറ്റിയാണ്. കർണാടക മഹാരാഷ്ട്ര ബോർഡറിലാണുള്ളത്. ഇവിടെ എത്ര 102 രൂപയാണ് പെട്രോളിന്. എല്ലാവരും ഫുൾ ടാങ്ക് ആക്കി നേരെ മുംബൈ ലക്ഷ്യമാക്കി സഞ്ചരിക്കാൻ പോവുകയാണ്. എല്ലാവരും തെറ്റല്ലേ? എല്ലാവരും ഫുൾ പവറിലാണ്. ഡേ 3 ഫുൾ പവർ. അങ്ങനെ ഒരു 100 കിലോമീറ്റർ ഓടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായി കോലാപ്പൂർ. അങ്ങനെ ഞങ്ങൾ മഹാരാഷ്ട്ര കയറി. ഞങ്ങളെ 3ാമത്തെ സംസ്ഥാനമായ മഹാരാഷ്ട്ര കയറി. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ സ്പെഷ്യലായ കോലാപ്പൂരി ഇതൊരു സാധനം ഉണ്ട് ഞാൻ പറഞ്ഞത്. ഒന്നോക്കട്ടെ സാധനം എന്താണെന്ന് കഥ ഇത് വന്നിട്ട് കാട്ടിത്തരാം. എല്ലാവരും ഇവിടെ സെറ്റായി ഇരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് പേരൊന്നും ചോദിക്കരുത്. അസുന ആണ്. ഇവിടെ പോയി ഇതാണ് സാധനം. വടയിൽ നമ്മൾ ഇത് കഴിച്ചറിയാം എന്താ പാട്. ഗൈസ് നമ്മുടെ ഫുഡ് അങ്ങനെ വന്നിട്ടുണ്ട്. എന്താണ് പേര്? മിസൈൽ പാവ്. മിസൈലല്ല, മിസാൽ പാവ്. മിസൈൽ പാവ് അങ്ങനെയുണ്ട്. ടേസ്റ്റി കൊള്ളാം. ഫസ്റ്റ് ട്രൈ. കൊല്ലാപ്പൂർ സ്പെഷ്യൽ. കൊല്ലാപ്പൂർ സ്പെഷ്യൽ. എന്താ നീ ഇളക്കി കളിക്കുന്നത്? ഇതുമ്പളെ കറി പോലെ സംഭവം. മിച്ചറൊക്കെ ഉണ്ട്. മിച്ചറുണ്ട്, ഗ്രേവി ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസാ. മാറ്റുന്ന സംവിധാനം. അതെന്തോ ഒന്നൊക്കെ കറി വേറെന്തോ സാധനം വന്നിട്ടുണ്ട്. കഴിച്ചു എന്താണ് സംഭവം അറിയില്ല. എന്തായാലും ഒന്ന് കഴിച്ചോക്കട്ടെ. ഒരു ബാക്കി സെറ്റാണ്. എന്താണ് പാടുന്ന അടിപൊളി മിസൈൽ പാവും കഴിച്ചു.
നല്ല കോളിങ്ങാണ്. 5 ബെന്നും 5 or 10 ബെന്നെങ്ങാനും തിന്നു. ആകെ 2 ബെന്നെ അവർ കൊടുക്കുക. എക്സ്ട്രാ വേണ്ടി 10 ബെന്നെങ്ങാനും വായിക്കും. ഒരാളൂരുണ്ട് 10 ബെന്ന്. ഇതിവിടെ ഫുഡ് കഴിക്കണമാണല്ലോ. അതൊക്കെ കൊടുക്കുന്നത് മിക്സറൊക്കെ മിക്സ് ആയിട്ടാണ്. എന്താ ഊർജ്ജം നടക്കുന്നത്? കഴിച്ചില്ലേ? അടിപൊളി സാധനം. റിസൾട്ട് എന്താന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ 10 പഞ്ഞുന്നവരൊക്കെ നോക്കിയാൽ മതി കേട്ടോ. കിളുത്തണ്ടേ അധികം പറയ്. ഗൈസ്, പൂനെ മുംബൈ ഹൈവേയിലാണുള്ളത്. ഹൈവേ സൈഡിലൊരു ധാബയിൽ കയറിയതാണ് കഴിക്കാൻ, ഫുഡ് കഴിക്കാൻ. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് റോഡ് പണി നടക്കും, ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡുണ്ടാവും. അങ്ങനെ തന്നെ വലിയൊന്നുമല്ല. ഇവിടെ കൊലാപ്പൂർ സിറ്റി എത്തിയോണ്ട് കുറച്ച് റഷ് ഉണ്ട്. അതിനും കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡ് വരുമ്പോൾ സുഖം. ഇവിടെ മഴയാണ്, അതാണ് പ്രശ്നം. മഴയുണ്ട്, മഴക്കാറാണ്, ക്ലൗഡി കാലാവസ്ഥയാണ് അല്ലേ? എന്താ പറയാണ്ടോ? കേൾക്കാൻ പോവാണ്. ഞങ്ങൾ ഒരു 100 കിലോമീറ്റർ ഓടി. നല്ല അടിപൊളി ഹൈവേ കിട്ടി. അതിന് കുറച്ച് ചാത്തൻ ഹൈവേ ആയി. ഇപ്പോൾ നല്ല പൂനെ മുംബൈ അടിപൊളി ഹൈവേ കിട്ടി. ഫുള്ള് മഴയാണ്. റെയിൻകോട്ടൊക്കെ പറ്റിയിട്ടാണ് റൈഡ്. അങ്ങനെ ഞങ്ങൾ പോകുന്നൊരു ടോൾ പ്ലാസ കഴിഞ്ഞാൽ അതിൽ ഷോപ്പിൽ നിർത്തി നല്ല വടാപ്പാവ് കഴിക്കുക. എടാ വടാപ്പാവ് എവിടെ? വടാപ്പാവ് ഞങ്ങൾ ഫുൾ മഹാരാഷ്ട്രക്കാരായി. മഹാരാഷ്ട്രൻ നാടൻ ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ. ഒക്കെ അടിക്കും. ബർഗറൊക്കെ തിന്ന ഫീലാണെങ്കിൽ ഇച്ചിരി ചൂടൊക്കെ ഉണ്ടാവും. ഇപ്പം ചുട്ടും കൊടുത്തിട്ടുള്ളൂ. എന്താ പാട്? നല്ല രസമുണ്ട്. മുളക് കടിക്കും. മുളക് ഒരു കടി അടിക്കണം. മുളക് കടിക്കണം. നല്ല എൻ്റെ ഇക്കുമ്പത്ത് വരുള്ളൂ. എടാ എൻ്റെ വടാപ്പോ എവിടെ? മുളകുപൊടി കഴിക്കാനുണ്ടോ? അല്ല അല്ല മുളകുപൊടി കഴിച്ചാലും ടേസ്റ്റ് വരുള്ളൂ. എന്റെ മുളക് ഇപ്പൊ പോയാണ്. അപ്പൊ പൂവുണ്ട്. അതില്ല. ഗായ്സ്, ഞങ്ങളുടെ ലഡാക്ക് ട്രിപ്പിന്റെ ആദ്യത്തെ ടണൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ ടണലിന്റെ പേര് എന്താ അറിയില്ല. വലിയ ടണലാണ്. ഫസ്റ്റ് ടണൽ വി റീച്ച് ഫസ്റ്റ് ടണൽ.
ഗായ്സ് വ്യൂ 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 മുംബൈക്ക് പോകുന്ന റൂട്ടാണ്. വ്യൂ നോക്ക്. ആഹാ, അത് എക്സ്പ്രസ് ഹൈവേ. അതിൽ കൂടെ ബൈക്കിന് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നാഷണൽ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഏതാ വ്യൂ. ആഹാ, ഏതാ സ്ഥലം എന്ന് അറിയുന്നില്ല. അത് അടിപൊളി മൂഡ്. ഫുൾ കോടയാട്ടോ, അതൊക്കെ ഫുൾ കോടയാണ്. ഫുൾ കോടമഞ്ഞാണ്. അങ്ങനെ ഒരു ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു വ്യൂ ആണ്. ആഹാ, മൂട് അത് മൂട്. റോഡാ കാണുന്ന. ഓക്കെ, അപ്പോൾ പോട്ടെ, വേഗം പോട്ടെ, മുംബൈ എത്തണം. ഗായ്സ്, ഇവിടെ വ്യൂ പോയിന്റ് കണ്ട് നിർത്തിയായിരുന്നു. ഇവിടെ മലയാളി ചേട്ടന്മാർ, ഒരു മലയാളിയുള്ളൂ, ബാക്കിയൊക്കെ അവനും കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങളെ വണ്ടി കണ്ടപ്പോൾ വന്ന് സംസാരിച്ച മാഗിയൊക്കെ വാങ്ങിക്കുന്നു. നല്ല അടിപൊളി ചൂട് മാഗി, നല്ല കോടമഞ്ഞും മൂടി നിൽക്കുമ്പോൾ നല്ല ചൂട് മാഗി കിട്ടും. അഗർസ് ടീയ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഗായ്സ്, മുംബൈയിൽ വന്നിട്ട് നല്ല ബീഫും പൊറാട്ടയും മലയാളികളുടെ ഹോട്ടൽ. ഞാൻ സ്വപ്നത്തിൽ പോയി നല്ല അടിപൊളി ബീഫും പൊറാട്ടയും. മുംബൈയിൽ വന്നിട്ട് നല്ല ബീഫും പൊറാട്ടയും അടിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. ബീഫും പൊറാട്ടയും നല്ല ഗ്രേവിയും, നല്ല ടീമുണ്ട്. ഞങ്ങളെ ഇവിടെയുള്ള പുതിയ കണക്ഷനുണ്ട്. ഇവിടെ മുമ്പ് അറിയാത്തതായിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു കണക്ഷൻ കിട്ടാറുണ്ട്. നമ്മൾ ഭാഗ്യമായിട്ട് നമ്മൾ കണക്ഷൻ കിട്ടി. എന്തുണ്ടെങ്കിലും മൂപ്പര് വിളിച്ചോളാനുള്ള ഒരു വർത്താനം മൂപ്പര് പറയുന്നില്ല. നമുക്ക് ധൈര്യം അപ്പോൾ കഴിച്ചിട്ട് കാണാം. ഓക്കെ, ബൈ.